ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ ടു റിയാക്ഷൻ വീഡിയോ ആണ്. ആദിൽ വ്ളോഗ്സിന്റെ ആറ്റുകാൽ പൊങ്കാല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും നിങ്ങളും കണ്ടിട്ടുണ്ടാവും കുറെ വീഡിയോസും കാര്യങ്ങളും. എന്തായാലും റിയാക്ടിങ് ടു റിയാക്ഷൻ വീഡിയോയിലോട്ട് പോകാം. എന്തൊക്കെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വീഡിയോയിൽ എന്തൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കണ്ടു നോക്കാം. എന്തുവാടേ എന്തോന്നടേ? ക്യാമറാമാന്റെ വീഡിയോ പിടുത്തം അത്ര ക്ലിയർ അല്ല തോന്നുന്നു. പൊങ്കാല കാണുന്നില്ല. അങ്ങനെ വരാൻ സാധ്യതയില്ല. പൊങ്കാല അതെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആറ്റുകാൽ പൊങ്കാലായിരുന്നു. പൊങ്കാല ഇടാൻ പോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. നമ്മുടെ ഓഡിയൻസിൽ ആരെങ്കിലും ഒക്കെ പൊങ്കാല ഇടാൻ പോയിട്ടുണ്ടായിരുന്നു എന്നറിയാൻ വേണ്ടി. അപ്പൊ എന്തായാലും ഈ വീഡിയോസ് വരുമ്പോൾ പൊങ്കാല കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് പൊങ്കാല കഴിഞ്ഞ അടുത്ത ദിവസമായിരിക്കും. എന്തായാലും ഇന്നലെ പൊങ്കാല കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കുറെ വീഡിയോസ് വന്നിട്ടുണ്ട്. അതിന്റെ റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയോട് സംബന്ധിച്ച് ട്രിവാൻഡ്രം ജില്ല മൊത്തം ഇന്ന് ഷട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. മൊത്തം അവധിയായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ പൊന്നടിയന്മാരെ നടക്കാൻ പറ്റൂല. അതുപോലെ നേരത്തും കാലത്ത് വിടത്താൻ പറ്റൂല. എല്ലാം കൂടി അലഞ്ഞു കൊലഞ്ഞായിരിക്കും എത്തുന്ന. അത്ര ജനത്തിരക്ക്, ജനസാഗരമാണ്. അതെ ഗൈസ്, എന്തായാലും 2 ദിവസം മുമ്പേ തന്നെ വേറെ ജില്ലയിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ അവിടെ ഒന്ന് സ്റ്റേ പിടിച്ചു കഴിഞ്ഞു, ബന്ധുക്കളെ വീട്ടിലും അങ്ങനെയൊക്കെ. അങ്ങനെ എന്തായാലും നിങ്ങൾക്കറിയാമായിരിക്കും, തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ മെയിനായിട്ട് അറിയാം. എല്ലാ വർഷവും സെയിം ഇതേപോലെയൊക്കെ തന്നെയാണ്. അങ്ങനെ എല്ലാവരും ഒക്കെ വന്നു. അതേപോലെ രാവിലെ വലിയ വിഷയമില്ലായിരുന്നു ഗൈസ്. ഉച്ചയൊക്കെ ആവുമ്പോ തിരുവനന്തപുരത്ത് ചവിട്ടാൻ പറ്റൂല. അതായത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ചവിട്ടാനേ പറ്റത്തില്ല. പൊങ്കാലയോടനുബന്ധിച്ചിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് അവിടെ വരാറുണ്ട്, വന്ന് പൊങ്കാലൊക്കെ ഇടുന്നുണ്ട്. എല്ലാ വർഷവും നമ്മുടെ ചിപ്പിയാണ് ഈ ആറ്റുകാൽ പൊങ്കാല കൊണ്ടുപോകുന്നത്. തൂക്കുക എന്ന് പറയത്തില്ല, ആ ഒരു സെറ്റപ്പ്. കാരണം ചിപ്പി ആയിരിക്കും മിക്കവാറും ഒരു മെയിൻ റോള് ഈ മീഡിയക്കാര് ഫോക്കസ് ചെയ്ത് പിടിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം എല്ലാം മാറി പോയി. നമ്മുടെ പുതിയ താരം പുഷ്പ കൊണ്ടുപോയിരിക്കുകയാണ് ആറ്റുകാൽ പൊങ്കാല. വേറൊന്നുമല്ല, ലിച്ചി അന്നാരാജൻ. പൊങ്കാലയിടാൻ വന്നതാണോ ഉദ്ഘാടനത്തിന് വന്നതാണോ എന്ന് എനിക്കൊരു സംശയം കണ്ടപ്പോ ആർക്കായാലും ഒന്ന് തോന്നിപ്പോവും. മെയിനായിട്ട് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കുയിൽവാണങ്ങളെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്, എവിടെയോ എന്തോ ഒരു ചീഞ്ഞളിഞ്ഞ നാറ്റം പോലെ എനിക്ക് ഫീൽ ചെയ്ത്. കാരണം വന്നപ്പോ ഓക്കെ അന്നാരാജൻ വന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ഉദ്ഘാടനമയം എനിക്ക് വീഡിയോ ക്ലിപ്പുകൾ കണ്ടപ്പോ തോന്നി. വേറൊന്നും കൊണ്ടല്ലേ, ഈ മീഡിയാസ് മൊത്തം അന്നാരാജന്റെ ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും മുന്നിൽ നിന്നും ഫ്രണ്ടിൽ നിന്നുള്ള ഷോട്ടുകൾ എടുത്തുകൊണ്ട് നടക്കുകയാണ്. നടന്നു പോകാൻ പോലും സമ്മതിക്കുന്നില്ല. മൊത്തത്തിൽ അവന്മാരെ പിന്നാലെ തന്നെയാണ്. പിന്നെ ഈ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ മുസ്ലിം പള്ളികളടക്കം തുറന്നു കൊടുക്കും. അതായത് ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള കാര്യം, ഇതിനൊക്കെ ആയിട്ട് ആവശ്യങ്ങൾക്ക് അടക്കം. അത് എല്ലാ വർഷവും അങ്ങനെയൊക്കെ ഉള്ളതാണ്. എല്ലാ വർഷങ്ങളിലും പള്ളിയും അവിടുത്തെ മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും എല്ലാം തന്നെ വെള്ളം എടുക്കാനും വിശ്രമിക്കാനും എല്ലാം തുറന്നു കൊടുക്കും. ഒരു മതം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഞാൻ പിടിച്ചിടുന്നതല്ല. പക്ഷെ മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലുന്ന നാടും നാട്ടുകാരുമുള്ള നാടാണ് നമ്മുടെ ഈ കേരളമായാലും നമ്മുടെ ഈ രാജ്യമായാലും. അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഈ മതങ്ങളുടെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലാണ്ട് ഓരോ ഉത്സവങ്ങൾ വരുമ്പോൾ ഒന്നിച്ച് കൈകോർത്ത് നിന്ന് ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ഒന്നിച്ച് കൈകോർത്ത് നിന്ന് എല്ലാം സഹകരിക്കുന്ന, ഒരു മതത്തിന്റെ വേർതിരിവും ഇല്ലാതെ നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തില് ഈ ഒരു കൊച്ചു ട്രിവാൻഡ്രത്ത് നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അതെ, കുറെ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്ത്രീകളുടെ ശബരിമലയാണ് ആറ്റുകാൽ പൊങ്കാല. ശരിയാണോ? നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് അടിക്കണം. ഓക്കെ, വളരെയധികം സന്തോഷമാണ്. കാരണം ഈ മുസ്ലിം പള്ളികൾ ഈ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്ന, അവർക്ക് വിശ്രമിക്കാൻ അതിനുള്ള ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും ആയിട്ട് ബാത്റൂമും ഒക്കെ യൂസ് ആയിട്ട് കൊടുക്കുന്നു എന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷം. അത് എല്ലാ വർഷവും നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് നമ്മൾ മലയാളികൾ അഭിനയിക്കാൻ പറ്റിയ കാര്യം തന്നെയാണ്. അതിന്റെ പേരും നമ്മൾ തരുന്ന ആൾക്കാർക്ക് കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് ഇങ്ങനെയാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ് പഠിക്കാൻ പറ്റിയ ഒരു കാര്യം കൂടിയാണ് ഈ ഒരു കാര്യം. ഇനി നമുക്ക് നേരെ ഒരു മീൻ വീഡിയോ പോകാം. നമ്മുടെ ചിപ്പി എല്ലാ വർഷവും തൂക്കുന്ന പോലെ ഇപ്രാവശ്യം തൂക്കിയിട്ടുണ്ട്. പക്ഷെ ചിപ്പിയേക്കാൾ മേളില്
വേറൊരു രീതിയിൽ തൂക്കിക്കൊണ്ട് പോയത് അന്നാർ രാജനാണ്. ചിപ്പിയുടെ വീഡിയോ കണ്ടു നോക്കാം. ആരാധകരാണെന്ന് തോന്നുന്നു. ഓക്കെ, ആരാധകരെ കൊണ്ട് ശല്യമായല്ലോ. എല്ലാ പ്രാവശ്യത്തെയും പോലെ ചിപ്പി തന്നെയാണ് ഇരുന്ന് ചിരിക്കുന്നു. ചിപ്പിയുടെ വീഡിയോ വൈറലാണ്, ഇല്ലെന്നൊന്നും അല്ല. പക്ഷേ പുഷ്പ വന്നപ്പോൾ പഴയ പുഷ്പകളെല്ലാം മാറിയിരിക്കുന്നു. ചിപ്പി ഈ രീതിയിലാണ് ഒരു നാടൻ അല്ലെങ്കിൽ ഈ പൊങ്കാല ഇടുന്നത് എല്ലാ വർഷത്തെയും ഒരു വൈറൽ താരമാണ്. പൊങ്കാല ഇടുന്നത് വൈറൽ താരമാണ് ചിപ്പി. ചിപ്പി സൈഡായി. എന്നാലും ചിപ്പിയുടെ 1-2 വീഡിയോ നമുക്ക് കാണാം. അതെ അതെ, ചിപ്പിയെ കാണാനാണ് വന്നത്. പൊങ്കാലയിടാൻ വന്നതല്ല, ഇവരൊക്കെ ചിപ്പിയെ കാണാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ചേച്ചിയെ കാണാൻ വേണ്ടിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ പൊങ്കാലയിടാൻ വന്ന ഇനി ചിപ്പിയെ കാണാൻ വന്നത് എന്തുകൊണ്ട് അറിയാൻ പാടില്ല. അത്രയും ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ചിപ്പിക്കുണ്ട്. ഒരു സമയത്ത് മിന്നും താരം തന്നെയായിരുന്നു ചിപ്പി. അതുകൊണ്ട് തന്നെ ചിപ്പിക്ക് ചിപ്പിയുടേതായ ഒരു ഫാൻ ബേസും കാര്യങ്ങളുണ്ട്. ഈ പൊങ്കാല ഇടാൻ വരുന്നതിന്റെ ഇടയിൽ ചിപ്പിയെ കാണാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരും ഉണ്ട്. എന്തായാലും ചിപ്പി പൊങ്കാലിടാൻ വരും, അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് ചിപ്പിയെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിയെ കാണാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരുണ്ട് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വരെ. എന്തുപാടെ, അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഇനി നമ്മുടെ അനുമോള് ഇവിടെ പൊങ്കാലിടാൻ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടു നോക്കാം. ക്യാമറ കണ്ടാ തോന്നുന്നു അനുമോള് തോർത്തിട്ട് മൂടിപ്പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട്. വെയിലും കൂടെയാണ്, അതുകൊണ്ട് മൂടിപ്പൊതിഞ്ഞതാണ്. ആ വെയിലത്ത് തോർത്തോട്ട് നിൽക്കുകയാണ്, വല്ലാത്ത അവസ്ഥ. പൊങ്കാല ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉയിര് പോവും. കാരണം വേറെ ഒന്നുമില്ല, വെയില് അലച്ചില് എല്ലാം ഉണ്ട്. ഇപ്പോഴും കുട്ടിത്തം വിട്ട് മാറാതെ നിൽക്കുകയാണ്. അനുമോളും വന്നിട്ടുണ്ടായിരുന്നു പൊങ്കാല ഇടാൻ. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രം റേഞ്ചിലുള്ള സകലമാന സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരും ഒക്കെ ഈ പൊങ്കാല ഇടാൻ വരാറുണ്ട്. നമുക്കൊരു വീഡിയോ ഒന്ന് കാണാം. ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ കൊള്ള നടത്താനുള്ള സ്വകാര്യ വ്യക്തിയുടെ ശ്രമം തടഞ്ഞ് മേയർ. കോർപ്പറേഷൻ പരിധിയിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതിന് ശേഷം കൊള്ള ലാഭം കൊയ്യുകയായിരുന്നു ഇയാൾ. നഗരസഭയുടെ അനുമതി പോലും വാങ്ങാതെയാണ് ഇയാൾ ഈ സംവിധാനം ഒരുക്കിയത്. ഒരു ഓൾട്ടോ കാർ പാർക്ക് ചെയ്യാൻ 400 രൂപയാണ് ഈടാക്കിയത്. ഇയാളുടെ കൊള്ള ശ്രദ്ധയിൽപ്പെട്ട ചിലർ മേയറെ അതെ അതെ, ഇത് ഞാനും കണ്ടായിരുന്നു. എന്തോ പെറ്റി എന്തോ അടിക്കാൻ പോയപ്പം അത് വേണ്ട, ഞാൻ തിരിച്ചു കൊടുക്കാന്നൊക്കെ അയാള് പറയുന്നുണ്ടായിരുന്നു. വിവരം അറിയിച്ചു. തുടർന്ന് മേയർ സ്ഥലത്ത് എത്തുകയും ഒരു ഓൾട്ടോ കാറിന് 400 രൂപയോ തോന്നിയാസം കാണിക്കരുത്, ലൈസൻസ് ഇല്ലാതെയാണ് നിങ്ങൾ ഇത് നടത്തുന്നത്, ഇത് ശരിയായ നടപടിയല്ല, താൻ ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ പോവുകയാണെന്ന് അറിയിച്ചു. ഇതോടെ ഇയാൾ താൻ വാങ്ങിയ തുക തിരിച്ചു കൊടുക്കാമെന്നും പ്രശ്നത്തിൽ പെടുത്തരുതെന്നും അപേക്ഷിക്കുകയായിരുന്നു. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് തലസ്ഥാന ജില്ലയിൽ നാളെ പൊതു അവധിയാണ്. സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ എന്നിവയ്ക്കൊക്കെ അവധി ബാധകമായിരിക്കും. പൊങ്കാലയിടാൻ എത്തുന്നവർക്കായി വൻ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ഓൾട്ടോ കാർ പാർക്ക് 400 രൂപ വാങ്ങിച്ചു. നീ ഏവനടാ മാറിയെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ കേട്ടോ. സീരിയസ്ലി എന്തോന്നറിയവന്മാര് ഈ ചില ഉത്സവങ്ങള് ചില പരിപാടികളൊക്കെ വരുന്ന സമയത്ത് കഴുത്തറുത്തവന്മാർ വാങ്ങും. അമ്മാതിരി രീതിയിൽ നാട്ടുകാരെ മുട്ടിപ്പിക്കുന്ന രീതിയിൽ ഇവന്മാർ അങ്ങോട്ട് പകൽ കൊള്ളയായിരിക്കും നടത്തുന്നത്. അമ്മാതിരി ചേറ്റത്തന്നെ. എന്തായാലും ഇപ്പോഴത്തെ മേയർ കഴിഞ്ഞ പ്രാവശ്യത്തെ മേയറിനെ പോലെ അല്ല. ഇപ്രാവശ്യത്തെ മേയർ കുറച്ച് മേയറാണ്. പിന്നെ അതെ അതെ അതെ, എന്തായാലും ഇറങ്ങി പ്രവർത്തിച്ചെന്ന് പറയാം. മറ്റു മേയറെ ഇറങ്ങി പ്രവർത്തിക്കത്തില്ല. 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി വരും എന്നാണ് അറിയാൻ സാധിച്ചത്. അത്യാവശ്യം ആള് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ മേയറിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ബസിന്റെ മുന്നിൽ കിടന്ന് പട്ടി ഷോ കാണിച്ച ടീംസുകളാണ്, മറ്റേ യദുവിന്റെ ബസിന്റെ ഒക്കെ. ആ കേസൊക്കെ കണ്ടതാണ്. എന്തായാലും മേയറിനെ പറ്റിയിട്ട് ഇനി കൂടുതൽ വലിച്ചിട്ട് പറയുന്നില്ല. പക്ഷെ ഇപ്രാവശ്യത്തെ മേയർ അങ്ങനെ കുറച്ച് ആള് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ അവിടെ പെട്ടെന്ന് വരികയും നേരിട്ട് വന്ന് ഇടപെടുകയൊക്കെ ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അതും അവനെതിരെ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഓൾട്ടോ കാർ പാർക്ക് ചെയ്യാനായിട്ട് 400 രൂപ. കാരണം ഗതികേട് കൊണ്ട് ചിലപ്പോൾ ചിലവരൊക്കെ അങ്ങ് പോട്ട് പുല്ല് പൈസ നോക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർക്കിങ്ങും അതും ഇതൊക്കെ ചെയ്യും. കാരണം അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവന്മാർ അതേ അവസ്ഥ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് പാവങ്ങളുടെ കഴുത്തറുക്കുന്നു. അല്ലെ പാവങ്ങളുടെ പണക്കാട്ട് അത് വിട്, ഓരോരുത്തർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ കഴുത്തറുത്ത് വാങ്ങുന്നുണ്ട്.
പകൽ കൊള്ളയും ചെറ്റത്തനം തന്തയില്ലായ്മയാണ് കാണിക്കുന്നത്. ഇതുപോലെ നേരത്തെ നിങ്ങൾ നമ്മൾ ചെയ്തത് വലിയൊരു കാര്യമാണ് എനിക്ക് ചെയ്യുന്നത്. നിങ്ങൾ നമ്മുടെ നേരെ മിന്നും ഉദ്ഘാടന സ്റ്റാറിലോട്ട് പോവാം. പുഷ്പ ഉദ്ഘാടന സ്റ്റാർ പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു. പൊങ്കാല ഇടാൻ വന്നിട്ട് അവിടെ മര്യാദക്കാരൊന്നും പൊങ്കാല ഇടുന്നുണ്ട്. പക്ഷേ ഓൺലൈൻ മീഡിയക്കാരന്മാർ ചാടി വീഴുന്ന് പിടിക്കണം. അമ്മർക്കറിയാം എവിടെ പിടിക്കണമെന്ന്. അമ്മർ പൊങ്കാലയൊന്നും കാണിക്കുന്നില്ല. അമ്മർ പൊങ്കാലയ്ക്ക് പകരം കാണിക്കുന്നത് കണ്ടുവോക്ക്. ആ ചട്ടിയെ കാണിയതാടേ, ആ ചട്ടിക്ക് അകത്ത് എന്തോന്നൊന്ന് കാണിയതാടേ. മൈര കറക്റ്റാ ഉടൻ സൂം ചെയ്ത് കളഞ്ഞ്. ആ ചട്ടിയെ കാണിക്കണ്ടേ, പൊങ്കാല കാണിക്ക്. ഓൺലൈൻ മീഡിയാസ്, ആ ചട്ടിക്കകത്ത് എന്താണ് ഇരിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ കുറച്ച് കൊള്ളായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ സ്പൂണെങ്കിലും ഒന്ന് സൂം ചെയ്ത് കാണിയതാടേ. എന്നടാ പണ്ണി വെച്ചിരിക്കേ. അവര് ഉദ്ഘാടനമാണെന്ന് വിചാരിച്ചോണ്ട് നിക്കണം തോന്നുന്നു. ആ ലിച്ചി എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ആരെങ്കിലും ഒന്നും പറയടാ, ഇത് ആറ്റുകാൽ പൊങ്കാലയാണ് നടക്കുന്നത്, പൊങ്കാല തിളച്ച് വരുന്നത് ആ ചട്ടിയൊക്കെ ഒന്ന് കാണിക്കാൻ പറ ആ നീലക്കുയിലിന്റെ അടുത്ത്. ആരെങ്കിലും ഒന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. അവന് വേറെ ഏതോ ഒരു വൈബിൽ നിൽക്കുകയാണ്. റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു ക്ലിപ്പുണ്ട്, ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. മണക്കാട് വലിയപ്പള്ളി ജുമാ മസ്ജിദ് ഉണ്ടല്ലോ, മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇവരിന്ന് പൊങ്കാല. എല്ലാ വർഷവും ഉള്ളതാണ്, ഈ വർഷം മാത്രമല്ല, ഇത് എല്ലാ വർഷവും ഉള്ളതാണ്. സെയിം വീഡിയോ എല്ലാവരും എടുക്കാറുണ്ട് എല്ലാ വർഷവും. ആലോചിച്ച് നോക്ക്. അതാണ് പറഞ്ഞത്, ഇത് സത്യം എനിക്ക് രോമാഞ്ചം അടിക്കണം. ഈ ഒരു ഇപ്പൊ കേരള സ്റ്റോറി ഇറക്കിയവരൊക്കെ ഇതൊന്ന് കണ്ടു നോക്കണം. വീഡിയോ കണ്ട സമയത്ത് മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും തമ്മിൽ തല്ലുന്ന ഊളകൾ ഇതൊക്കെ ഒന്ന് കാണുക. മുസ്ലിം പള്ളിയുടെ മുന്നിലിരുന്ന് അവരിടുകയാണ്. അവസരം കൊടുത്തിട്ടുണ്ട്. അവിടെ മതത്തിന്റെ പേര് തമ്മിലാണെന്നില്ല. ഇതൊക്കെ മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മതത്തിന്റെ പേരിൽ ആദ്യ പേരിലും തമ്മിൽ ഇതൊന്നും കാണാം. സത്യം പറഞ്ഞത് കാണാം. ഞാൻ ഇങ്ങനെ അഭിമാനിക്കുക. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലില്ല, ഇതൊക്കെ വീഡിയോ കാണാൻ വളരെ അഭിമാനം തോന്നിട്ടോ. ഒരു രോമാഞ്ചം സാധനം തന്നെയാണ്. നമ്മുടെ ചിപ്പിയിലോട്ടൊന്ന് പോവാൻ കേട്ടോ. ചിപ്പി എല്ലാ പ്രാവശ്യത്തെയും പോലെ വരുന്നു, പൊങ്കാല ഇടുന്നു. എല്ലാ പ്രാവശ്യം തൂക്കാറുണ്ട് ചിപ്പി. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, അനാരാജൻ തൂക്കി പൊങ്കാല കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അനാരാജനെ കണ്ടിട്ടില്ലായിരുന്നു തോന്നുന്നു. ഞാൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പൊങ്കാല കാണുമ്പോ അതിൻ്റെതായെങ്കിൽ വരും കേട്ടോ. ആൾക്കാർ കാണുന്നതാണ്. പിന്നെ അവിടെ അനാരാജന്റെ ഡ്രസ്സിങ് മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, പക്ഷെ ഇവന്മാർ എടുത്ത് വെച്ചേക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും അനാരാജന്റെ കേസിലെ നമ്മൾ എടുക്കുന്ന രീതിയിലൊക്കെ. ഇവിടെ ചിപ്പിയുടെ കേസ് പൊങ്കാലയും ഇതൊക്കെ എടുക്കാൻ മറ്റൊന്നില്ല, നമ്മൾ വ്യത്യാസം കേട്ടോ. അതിന്റെ വ്യത്യാസം ഞാൻ കാണുന്നത് നമ്മൾ ഏതെങ്കിലും നമുക്ക് ചിന്തിക്കുന്നത് എന്തോന്നല്ലേ പണി വെച്ചിരുന്നില്ല. അത് തിരക്കിന്റെ മോനെ സീനാണ് സീൻ. ഒരു ദിവസം ഏതെങ്കിലും വർഷമെങ്കിലും എല്ലാവരും വീട്ടിലാണ് ആറ്റയുടെ പൊങ്കാല മാറ്റേണ്ടിയാണ് കേട്ടോ. ഇനി വേറെ വീഡിയോ കൊടുക്കുക. ആരാ ഇത് ആരായി പൊങ്കാല ഇടുന്നത്? പൊങ്കാല ഇടാൻ വന്നവരെ പൊങ്കാല ഇടുന്നത് ഫോക്കസ് ചെയ്ത് പിടിക്കാൻ നോക്കടാ. നിനക്കൊക്കെ ആ ചട്ടിയും കലമൊന്നും കാണിക്കാൻ പറ്റുന്നില്ലല്ലോ, അതൊന്നും കാണിക്കുന്നില്ലല്ലോ. എനിക്ക് എന്താ ഫോക്കസ് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാത്തോണ്ടിരിക്കാണ്. മീഡിയക്കാരടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. പൊങ്കാല ഇട്ടോണ്ടിരിക്കുന്ന ആളുടെ ഞാനൊന്നും പറയുന്നില്ല. അവര് പൊങ്കാല ഇടാൻ വന്നു, പൊങ്കാല ഇടുന്നു. ആ ചട്ടിയോ സാധനങ്ങളോ ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല. ഈ മെയിൻ ഇവർക്ക് ഇതൊക്കെ ഇങ്ങനെ കണ്ടന്റ് ആയിട്ടിട്ടാലേ അവർക്കും വ്യൂസ് കിട്ടും. അതുകൊണ്ട് അവരത് മാത്രം നോക്കുന്നു. ലൈംഗിക ദാരിദ്ര്യം വിറ്റ് പൈസ ഉണ്ടാക്കുന്നു. മീഡിയകളൊന്നും കുഴപ്പമില്ല, അവന്മാർ മര്യാദയ്ക്ക് ന്യൂസിന് കൊടുക്കാനുള്ള സാധനം വന്ന് എടുക്കുന്നുണ്ട്. ഇവന്മാർ ഫോക്കസ് ചെയ്യുന്ന വേറെ വല്ലതുമാണ്. ഈ മീഡിയ എപ്പോഴും ഇങ്ങനെ പറയുന്നത് മനസ്സിലാക്കാൻ എന്തുവാ കാണിക്കുന്നത്? ഇവിടെ എന്ത് ഹോട്ടായിട്ട് കിട്ടും, അവിടെ ചട്ടി പിടിച്ച് പിടിച്ച് കൊണ്ട് കിട്ടും. ഹോട്ടായിട്ടുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കും അവന്മാർ. നീ ഒരിക്കലും ചട്ടി കിട്ടാൻ ഒരിക്കലും പെണ്ണുങ്ങളെ സ്ഥലവും അങ്ങോട്ട് ഫോക്കസ് പിടിച്ചോളൂ അവിടെ ആയിട്ട്. അല്ല നീ എങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്? തുണി പൊങ്കാല ആറ്റുകാലിൽ നിന്നും 20 മണിക്കൂർ തത്സമയം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്, നമുക്ക് കണ്ടു നോക്കാം. എന്ത് തോന്നുന്നു ഈ നിമിഷം? എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രാർത്ഥനയോട് കൂടി ആറ്റുകാല അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വന്നിരിക്കുന്നു. അപ്പം ആ ഒരു സമയം ഏകദേശം എത്ര വർഷമായി കാണും ചേച്ചി? ഞാൻ സാധാരണ എല്ലാവരും അതെ, സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ ചിപ്പി പൊങ്കാല ഇടാൻ വരാറുണ്ട്. എല്ലാ വർഷവും ഞാൻ പറഞ്ഞില്ല, എല്ലാ വർഷം ഒരു സ്റ്റാറായി മാറാറുണ്ട്. എല്ലാ വർഷം മീഡിയക്കാർ ഇതുപോലെ വരാറുണ്ട്, ബൈറ്റ് എടുക്കാറുണ്ട്, പോകാറുണ്ട്. ചിപ്പി ഒരു പൊങ്കാല സ്റ്റാർ തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ലച്ച് കൊണ്ടുപോയി. കഴിഞ്ഞ തുടങ്ങുന്ന സിനിമയെ
എല്ലാ വർഷത്തെക്കാളും ഒരു വർഷം കൂടി നമുക്ക് അങ്ങനെ തോന്നുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം വന്നപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. ഒരുപാട് ഒരുപാട് പേര് നമ്മളിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറെ തന്നെയാണ്. പക്ഷെ അല്ലാതെ മുന്നേ വന്നിട്ടുള്ള ഒരുപാട് പേരെ കണ്ടു. അപ്പം അത് നമ്മുടെ ഒരു ശക്തി എല്ലാവർക്കും വരണമെന്ന് ആഗ്രഹം. എന്തായാലും ഇനിയും ഒരുപാട് ഞാൻ സെറ്റ് ചെയ്യാം കുറച്ച് കഴിഞ്ഞ്. ഓക്കെ. പൊങ്കാലകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം നമ്മുടെ ചിപ്പിക്ക് ഉണ്ടാവട്ടെ. ഓക്കെ, എല്ലാ വർഷത്തെ പോലെ ചിപ്പിയുടെ ആ ഒരു ബൈറ്റ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ പൊങ്കാല വീഡിയോ കാണാൻ പറ്റണം. കാരണം ചിപ്പി മെയിൻ ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് ഞാനൊന്ന് കൊടുക്കാവേ. ആരാ തന്തയില്ലായ്മ ചെയ്തത്? അതായത് പൊങ്കാല ഇട്ട് വെച്ചിരുന്ന കലമെല്ലാം അടിച്ച് തകർത്തിട്ട് അതിനെയൊക്കെ വലിച്ചു എടുത്തെറിഞ്ഞിട്ട് പോയത് തന്തയില്ലായ്മ കാണിച്ചത് ആരാണ്? അവരെന്തുവാടാ? സാധാരണക്കാരായതുകൊണ്ടാണ്. ആരോ വണ്ടിയിലെന്തോ ആരോ തട്ടിയിട്ടിട്ട് പോയെന്ന് ഞാനും കണ്ടായിരുന്നു ഈ ഒരു ന്യൂസ്. സംഭവം തൊട്ടടുത്തിരുന്ന ഒരാളെ കയ്യിലെന്തോ ചരിഞ്ഞു വീണു, കൈ പൊള്ളി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നോക്കാം, വീഡിയോ ആണ്. ഞാൻ ഇവിടെ ഇരിക്കും. ഒരാ കൊച്ചിനെ പൊള്ളി എടുത്തോണ്ട് പോയിരിക്കുന്നു. കൈയൊക്കെ പൊള്ളിപ്പോയി കൊണ്ടുപോയിരിക്കുന്നു. അവർക്ക് അത്ര നാറിയടാ ഇതെല്ലാം നശിപ്പിച്ച് നാറാണത്താക്കിട്ട് പോയിട്ടുള്ളത്. ഇതൊക്കെ നടപടി എടുക്കേണ്ട വകുപ്പുകളാണ്. സാധാരണക്കാരായതുകൊണ്ട് ഇതങ്ങ് മുങ്ങിപ്പോവും. പാവങ്ങളെ നെഞ്ചത്ത് ആർക്കാണോ ലോറി ഓട്ടിക്കാമല്ലോ, പാവങ്ങളുടെ നെഞ്ചത്ത് ആർക്കാണോ ഇടിച്ച് കയറാമല്ലോ. നല്ലൊരു ദിവസമായിട്ട് അവർ പൊങ്കാലയുടെ വന്ന് വ്രതം എടുത്തു അവർ വന്നിരുന്ന അവരുടെ ആ ഒരു സന്തോഷത്തിന് ആ പൊങ്കാല ഇട്ടിട്ട് പോകുമ്പോ ഏത് കഴപ്പുണ്ടാ ഇമാതിരി മറ്റേടുത്ത പരിപാടിയൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. നമുക്ക് പിടിച്ചാലേ പറ്റുള്ളൂ. നമ്മളെ പിടിക്കണം. എന്തായാലും നമ്മൾ അങ്ങനെ പൊങ്കാലയ്ക്ക് വന്നതാണ്. അവരെ പിടിച്ചേ പറ്റൂ ഞങ്ങൾക്ക്. എല്ലാരും കൂടെ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇതിന്റെ ഇടയിൽ കൂടെ ഒരാൾക്ക് പരിക്കും പറ്റി. ജനറൽ ഹോസ്പിറ്റലാണ്. നമ്മളിങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് നമ്മളിവിടെയാണ് ഇരുന്നത്. നമ്മളെ പൊങ്കാലയൊക്കെ അവിടെ ഇരുന്നു. അപ്പൊ ഇങ്ങനെ വന്ന പൊങ്കാല എടുത്തെറിപ്പിച്ച് ഇവരെ ഇടിക്കാൻ പോയപ്പോഴും അടുപ്പിരുന്ന പൊങ്കാല അവർ ദേഹത്തിൽ പൂവിയതാണ്. അവർ രണ്ടാമത് പൊങ്കാല ഇപ്പൊ പോലീസ് രണ്ടാമത് നമുക്ക് കലവും സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ രണ്ടാമത്തെ പൊങ്കാല ഇടുന്നതാണ്. എത്രയോ വർഷം കൊണ്ട് നമ്മൾ ഇതുവരെ ഇങ്ങനെ നമുക്ക് അപകടം പറ്റിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. ഇത് വണ്ടി മനഃപൂർവ്വം കൊണ്ട് ഇടിച്ചതാണെന്നുള്ള ഡൗട്ട് ഉണ്ട്. ചിലപ്പോ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടിച്ചതാ. ഇടിച്ചു, ഓക്കെ ഇടിച്ചു, ഇടിച്ചു, ഒന്ന് നിർത്തിയിട്ട് അത് പറയാനുള്ള മനുഷ്യൻ കാണിട്ട് അറ്റ്ലീസ്റ്റ് അത് പോവുകയാണ് ചെയ്തത്. അതിന് അയാൾക്ക് പറ്റുകയാണെങ്കിൽ അയ്യോ പാട്ടി മനുഷ്യനെ പറഞ്ഞാൽ മനസ്സിലാവും. ഇമ്മ തന്നെല്ലാം കാണിച്ചിട്ട് അത് അറ്റ്ലീസ്റ്റ് പറയാനുള്ള മാന്യത കാണിക്കാതെ പോവുകയാണ്. മറ്റേ അവര് പറഞ്ഞ പിടിക്കാൻ പറഞ്ഞു. പിന്നെ അവർ സാധനങ്ങളും കാലവും എല്ലാ സാധനങ്ങളും CCTV നോക്കി പിടിക്കുമായിരിക്കുമെന്ന് തോന്നുന്നു. അവര് പറഞ്ഞില്ല നോക്കാന്ന് പറഞ്ഞു. നോക്കാം. അമ്മാരിക്ക് ഇനി ഇതല്ലേ പണി. അമ്മാര് തിരിഞ്ഞൊന്നും നോക്കത്തില്ല, അത് വേറെ കാര്യം. ഇതൊന്നും മൈൻഡ് പോലും ചെയ്യാൻ പോകുന്നില്ല. അതാണ് അതിന്റെ സത്യം. അവസാനം ശുചീകരണ തൊഴിലാളിയും പോയതിനു ശേഷമേ ഞങ്ങൾ മടങ്ങൂ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മേയറേണ്ടെന്നാണ് കാണാം. അവസാനത്തെ ശുചീകരണ തൊഴിലാളിയും ഫീൽഡിൽ നിന്നും ശുചീകരണത്തിന് ശേഷം പോയതിനു ശേഷം മാത്രമേ മേയർ, ഡെപ്യൂട്ടി മേയർ, സെക്രട്ടറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെ ഉള്ളവർ ഫീൽഡിൽ നിന്ന് മടങ്ങാവുള്ളൂ എന്ന് ഇന്നലെ രാവിലെ ഞങ്ങൾ മീറ്റിംഗിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. പൊങ്കാല ഒരുക്കങ്ങളൊക്കെ മനോഹരമായി തന്നെ പൂർത്തീകരിച്ചു. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് ഇപ്രാവശ്യം ഇവിടുത്തെ പൊങ്കാല നടക്കുന്നത്. മറ്റെന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഭക്തജനങ്ങൾക്കായി തിരുവനന്തപുരം നഗരസഭ ഒരുക്കിയിരിക്കുന്നത്? എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങൾ സാധാരണ ചെയ്തതുപോലെ ചെയ്തു. ഇപ്പോ ഭക്തജനങ്ങളുടെ എണ്ണം കൂടുമെന്ന് സീരിയസ്ലി BJP ഭരണത്തിൽ വരുമ്പോൾ സാധാരണ എല്ലാവരും പേടിയുണ്ടാവും. അതുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പറയാൻ അറിയാം. പക്ഷെ നല്ല ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ പാട്ട് നോക്കണം, ഞാൻ കൂടി നല്ലതെന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലത് പറയും. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം മേന പോലത്തെ പോപ്പുലർ പരിപാടി നൽകി നീ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ജനഹൃദയങ്ങളിൽ ഇടം നേടുന്നുണ്ട്. ഞങ്ങളോട് പോകുവാക്കിയാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല കാര്യം ചെയ്യുന്നുണ്ട്, അതൊക്കെ കാലമായിട്ട് നിൽക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ എപ്പോഴും മേന ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതാണ് പവർ. മുൻകരുതൽ എടുത്തുകൊണ്ട് കൂടുതൽ ദൂരത്തേക്ക് ക്രമീകരണം അതൊക്കെ ശരിയാണ്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഇലക്ഷൻ വരികയല്ലേ, അതുകൊണ്ടും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷവും ഇങ്ങനെ ആയിരിക്കണം. വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും ഗുണകരമായി. അതുപോലെ KSRTC ബസ് കൂടുതൽ സ്ഥലത്തേക്ക് ഇട്ടിട്ടുണ്ട്. ശുചീകരണ തൊഴിലാളികളുടെ എണ്ണം 780 പേരുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് മുമ്പത്തെ കാലം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകൂട്ടി കണ്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. പലതവണ ഡിപ്പാർട്ട്മെന്റ് യോഗം ചേർന്നിരുന്നു. റോഡ്
ആവാനുള്ള അവസരം ഉണ്ടായി. അതുകൊണ്ട് നല്ല രീതിയിൽ മനോഹരമായിട്ടാണ് പോകുന്നത്. ഈ ഒരു വിഷയം ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇതൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കോർപ്പറേഷന്റെ ഒരു ഇടപെടൽ മൂലം പരിഹരിക്കപ്പെട്ടല്ലോ. അല്ല, അത് ഒരു വാർഡിന് ഒരു ടാങ്കർ കൊടുക്കുകയായിരുന്നു. അതിന് കൊടുത്ത് ക്ഷേത്രത്തിന്റെ ചുറ്റുപാട് 8 ടാങ്കറുകൾ വിന്യസിച്ചതോടെ ആ പ്രശ്നത്തിന് പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയില്ലാത്ത തരത്തിൽ പരിഹരിക്കാൻ സാധിച്ചു. പൊങ്കാലയിടുന്ന ഭക്തജനങ്ങൾക്കായി വഴിയൊക്കെ വളരെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം ശുചീകരണ പ്രവർത്തനം എടുത്തു പറയുന്നത് അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനം തന്നെയാണ് നഗരസഭ. തീർച്ചയായും പൊങ്കാലയ്ക്ക് ദിവസങ്ങൾ മുമ്പ് തന്നെ നഗരശുചീകരണം നടത്തി. പൊങ്കാല കഴിഞ്ഞാൽ നടത്തുന്നതോടൊപ്പം തന്നെ പൊങ്കാലയ്ക്ക് മുൻപ് തന്നെ അത് കോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. സേവാഭാരതി ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ ഇറക്കി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം അവിടെ ചെയ്ത കാര്യങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. നമുക്ക് ബാക്ക് ടു ഒരു വീഡിയോ വരാം. പുഷ്പ രാജൻ പ്ലീസ്, ഇത് ഉദ്ഘാടനമല്ല. ഇറ്റ്സ് നോട്ട് ഉദ്ഘാടനം ഓർ ഇന്റർവ്യൂ ഓർ മൂവി. ഇറ്റ്സ് പൊങ്കാല. ലിച്ചി വന്നപ്പോഴും ലിച്ചി ഒരുപാട് സന്തോഷമുണ്ട്. ആയിക്കോട്ടെ. പൊങ്കാലയില് ഇവിടെ ട്രിവാൻഡ്രത്ത് വരാൻ പറ്റി. ആദ്യമായിട്ടാണ് പൊങ്കാലയ്ക്ക് തിരുവനന്തപുരത്ത് വരുന്നത്. ഓക്കെ. ഇവിടെ ആരെങ്കിലും അവര് പൊങ്കാല ഇടുന്ന ആ ചട്ടി ഒന്ന് കാണിക്കടാ. ഒന്ന് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ട് സൂം ചെയ്ത് പിടിക്കുകയാണ്. നീ എന്നാ പിടിക്കാനാണ് ഇവിടെ വന്നത്? ഏവനെങ്കിലും എടുത്ത. ഇനി വേറൊരു നടിയുണ്ടല്ലോ, നമ്മുടെ വേറെ പേരും മറന്നുമില്ല, കാണാം. ശ്രീവിദ്യയോ? കാലം തൊട്ട് പൊങ്കാല ഇടുന്നുണ്ട്. ഇതെന്റെ വീട് തന്നെയാണല്ലോ. എന്റെ വീട് ആറ്റുകാലായോണ്ട് ഇതെന്റെ പാരന്റൽ വീടാണ്. സോ എനിക്കൊന്ന് 1 വർഷ കാലം തൊട്ട് ഇടുന്നുണ്ട് പൊങ്കാല. സോ എത്രാമത്തെ പൊങ്കാലയാണ് ചോദിച്ചാൽ പെട്ടുപോകും നമ്മള്. പിന്നെ ആയിക്കോട്ടെ, ഇട്ടു പോവും. ഓക്കെ, ആയിക്കോട്ടെ. ഞാനൊന്നും പറയുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു. നമ്മളതിന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നാണമില്ലടാ പെണ്ണുങ്ങളെ പറയാനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നെഞ്ചത്തോട്ട് വരും. അതങ്ങനെയാണല്ലോ. അത് ഇന്നും ഇന്നലെ കേൾക്കാൻ തുടങ്ങിയ കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് പുതുമയൊന്നുമില്ല. അപ്പൊ എന്തായാലും നാണമില്ലേടാന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് നാണമില്ലെന്ന് പറയണം. എന്തായാലും അരി വാങ്ങും പൈസ കിട്ടുന്നില്ലേ? സോ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു പൊങ്കാലയുടെ ഒരു വീഡിയോ, കുറെ ക്ലിപ്പ് വാട്സപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ ഇരുന്ന് കണ്ട് റിയാക്ട് ചെയ്യുന്ന വീഡിയോ നമ്മളിരുന്ന് റിയാക്ട് ചെയ്യുന്നു. വേറൊരു പണിയില്ലെന്നല്ല, വേറെ പണിയുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇതുകൂടെ ചെയ്യുന്നു. എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് അടിക്കുക. നെക്സ്റ്റ് നല്ല ഒരു റിയാക്ഷൻ വീഡിയോയുമായി കാണാം ഗൈസ്. ബൈ. സപ്പോർട്ട് ചെയ്യണം. ഹൈപ്പ്, ഷെയർ, ലൈക്ക്.